സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി നമുക്കൊപ്പമുണ്ട്. മിനിസ്റ്റർ, അപകടം എത്ര കണ്ട് വലുതാണ്, എന്തെങ്കിലും അറിയാൻ കഴിയുന്നുണ്ടോ? എന്ത് തയ്യാറെടുപ്പാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്? അതിന്റെ പൂർണ്ണ വിവരങ്ങൾ ലഭ്യമാകുന്നേ ഉള്ളൂ. 5 പേരെ നമ്മളിപ്പോ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മള് നേരത്തെ തന്നെ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം എന്നുള്ള ഡയറക്ഷൻ കൊടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ തൊഴിലാളികൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട ജീവനക്കാരുണ്ട് എന്നാണ് ആദ്യത്തെ വിവരം. കളക്ടർ അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ NDRF ടീം അവിടെ ഉണ്ട്. കോഴിക്കോട് നിന്ന് പുതിയ ടീം കോഴിക്കോടുള്ളവരും അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. ട്രാഫിക് ഇത്തിരി ബ്ലോക്കാണ്, അതുകൊണ്ട് എത്തിച്ചേരാനുള്ള അല്പ താമസമുണ്ട്. ഏതായാലും എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇത് മിനിസ്റ്ററിന് കിട്ടുന്ന ആദ്യ വിവരം അനുസരിച്ച് ഒരു പ്രദേശത്തെ മണ്ണ് ഇടിഞ്ഞു വീഴുകയാണ് ഉണ്ടായത്, അങ്ങനത്തെ വിവരം കിട്ടുന്നുണ്ടോ? അതെ, മണ്ണ് ഇടിഞ്ഞു വീണിരിക്കുകയാണ്. ഓക്കെ ഓക്കെ അപ്പം ഈ നിർമ്മാണ സ്ഥലത്തെ വാഹനങ്ങളും ആളുകളും ഒക്കെ അതിന് കുടുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് അല്ലേ? ഒരു വാഹനം അകത്തുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ട് ഇപ്പൊ പറയാൻ പറ്റില്ല. ഒരു വാഹനം അകത്തുണ്ടോ എന്നുള്ള സംശയം അവിടുന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിനൊരു ക്ലാരിറ്റി വരാത്തതുകൊണ്ട് ഔദ്യോഗികമായിട്ട് ഇപ്പൊ പറയാൻ കഴിയില്ല. ശരി, മിനിസ്റ്റർ എവിടെയാണുള്ളത്? അവിടേക്ക് പോകാൻ നോക്കുന്നുണ്ടോ? അങ്ങനെയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടോ? തീർച്ചയായും നോക്കുന്ന വിവരങ്ങൾ കളക്ടർ അവിടെ നമ്മുടെ സ്ഥലത്ത് ഇപ്പോൾ എത്തിക്കഴിഞ്ഞാൽ ഉടനെ അതിന്റെ വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞ ഉടനെ മറ്റു കാര്യങ്ങൾ ആലോചിക്കും. ശരി, വളരെ നന്ദി ആദ്യ വിവരങ്ങൾ പങ്കുവച്ചതിന്. സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സർക്കാരിന്റെ വിവരത്തിൽ ശ്രദ്ധയിൽ കിട്ടിയ ആദ്യ വിവരങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. കളക്ടർ അവിടേക്ക് എത്തുകയാണ്. അതിനു മുമ്പുള്ള ദൃശ്യങ്ങളടക്കമാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. എന്തായാലും സർക്കാർ വേഗത്തിൽ അവിടെ തയ്യാറെടുപ്പുകൾ, ഒരുക്കങ്ങൾ, അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയാണ്. നേരത്തെ തന്നെ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ കുടുങ്ങിപ്പോകാൻ സാധ്യതയില്ലെന്നാണ് മന്ത്രി പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. എന്താണ് സാഹചര്യമെന്ന വിവരം കൂടി നമുക്ക് ലഭ്യമാവേണ്ടതുണ്ട്. എന്തായാലും അവിടുത്തെ സാഹചര്യങ്ങൾ വരുന്നു. അവിടെ നിന്നുള്ള ചില പ്രതികരണങ്ങൾ കൂടി നമുക്ക് ഉടൻ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. എന്താണ് സംഭവിച്ചതെന്ന കാര്യം. എന്തായാലും പ്രധാന പാതയിൽ നിന്നും റോഡിൽ നിന്നും ഏറെ അകലെയല്ല, പക്ഷേ റോഡ് ഇപ്പോൾ വളരെ ബ്ലോക്കാണ്. അതുകൊണ്ട് തന്നെ അവിടെ രക്ഷാപ്രവർത്തകർക്ക് എത്തുന്നതിനും മറ്റും പ്രത്യേക സംവിധാനം ഒരുക്കേണ്ടി വരും. എല്ലാ ശ്രദ്ധയും അവിടെ സർക്കാരിൻ്റെയും സംവിധാനങ്ങളുടെയും ശ്രദ്ധ അവിടേക്ക് എത്രയും വേഗം ഉണ്ടാവണം എന്നതാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. കാരണം അവിടേക്ക് രക്ഷാപ്രവർത്തനം വേഗത്തിൽ നടക്കണം. സംസ്ഥാനത്തിൻ്റെ ഇതുപോലെ അപകടാവസ്ഥയിലുള്ള എല്ലാ നിർമ്മാണ മേഖലകളിലും ഈ ജാഗ്രത നമുക്കുണ്ടാവണം. കാരണം മഴ അതിശക്തമായുള്ള സാഹചര്യമുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതാണ്, കോഴിക്കോടിൻ്റെ മലയോര മേഖലകളിലെ മഴ സാഹചര്യം കണ്ടതാണ്. സമാനമായ അവസ്ഥ ഇവിടെയും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ മലയോര ജില്ലകളിലൊക്കെ പ്രത്യേക ജാഗ്രത വേണമെന്ന സാഹചര്യമാണ്. ഇവിടെ മണ്ണെടുപ്പ് നടക്കുന്ന സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ മണ്ണിടിച്ചിൽ സാധ്യതയേറെയുള്ള മേഖലകൾ കൂടിയാണ്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങൾ കാണുന്നത് മണ്ണിൽ കുടുങ്ങിയ ഒരാളെ പുറത്തെടുക്കാൻ ശ്രമിക്കുന്നതാണ്. നേരത്തെ നമ്മോട് പ്രതികരിച്ച പ്രദേശവാസി നൂർ നമുക്കൊപ്പം വീണ്ടും ചേരുന്നുണ്ട്. ശ്രീ നൂർ, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ടോ? ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ വണ്ടി ഇറ്റാച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് പിന്നെ ഓരോ സ്ഥലത്ത് മാന്തി നോക്കുന്നുള്ളൂ. അതിൽ ഒരാളെ കിട്ടിയിട്ടുണ്ട്, ഒരാളെ മരിച്ചിട്ട് ഒരാളെ കിട്ടിയിട്ടുണ്ട്. നമ്മള് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. 2 ഭാഗത്തുനിന്നും ഈ JCB ഇറ്റാച്ചും വെച്ച് നോക്കുന്നുണ്ട്. ഒരു ബസ്സിൽ കുറച്ച് ആളുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ കുറെ അവര് വർക്കേഴ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഒന്നും കറക്റ്റ് ഇന്നതാന്ന് പറയാനില്ല. എന്തായാലും ആളുകൾ മരിച്ചിട്ടുണ്ട്. റോഡ് ബ്ലോക്കാണ്. നമ്മളെ ചൂരൽമല, അട്ടമല, മുണ്ടക്കൈ എന്ന് പറഞ്ഞ പ്രദേശങ്ങൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.